അക്ഷരലോകത്തിന്റെ കാവൽക്കാരിയാണ് ഇടുക്കി നെടുങ്കണ്ടംകാരിയായ കെ.ബി. രാജമ്മ. നെടുങ്കണ്ടം കോമ്പയാറിലെ ഗ്രാമീണ ലൈബ്രറിയായ സാംസ്കാരിക പോഷിണി വായനശാലയുടെ ലൈബ്രറിയനാണ് ഇവർ. കുടിയേറ്റ കാലം മുതൽ അക്ഷരങ്ങളെ സ്നേഹിച്ച കഥകൾ പറയാനുണ്ട് രാജമ്മയ്ക്ക്. ആയിരത്തി 1969 പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജോലിക്കാരിയായാണ് രാജമ്മ കോമ്പയാറിൽ എത്തുന്നത്. അക്കാലം തന്നെ സംസ്കാര പോഷിണി വായനാശാലയിലെ അംഗമായി. 1970 വിവാഹിതയായതോടെ കോമ്പയാറിൽ സ്ഥിരതാമസമായി. വായനാശാലയിലെ സ്ഥിരം സാന്നിധ്യവും. കോമ്പയാർ പോസ്റ്റ് ഓഫീസിലെ BPM ആയി പ്രവർത്തനം ആരംഭിച്ചതാണ്. അതിനുശേഷം 1970 ആയപ്പോൾ വിവാഹം കഴിച്ച് ഗ്രാമത്തിൽ സ്ഥിരതാമസമായി. ആ കാലം മുതൽ ഈ വായനശാലയുമായി ബന്ധമുണ്ട്. ഇവിടുന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക മാത്രമല്ല, തുടർന്ന് വന്ന കാലത്ത് ഞാൻ വർഷങ്ങളായി ഈ ലൈബ്രറിയുടെ ഭാരവാഹി കമ്മിറ്റിയിലെ മെമ്പറാണ്. പിന്നെ ഇപ്പോൾ 2016 മുതൽ ലൈബ്രറിയനായി സ്ഥിരമായി ഇവിടെ ജോലി ചെയ്യുന്നു. താൽക്കാലിക ജോലി നഷ്ടമായെങ്കിലും പിന്നീട് ഗ്രാമീണ മേഖലയിലെ പൊതുപ്രവർത്തന രംഗത്ത് ഇവർ സജീവമായി. 1979 2000 നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 79 രാജമ്മയുടെ ഭർത്താവും പഞ്ചായത്ത് അംഗമായിരുന്നു. തിരക്കേറിയ പൊതുപ്രവർത്തന ജീവിതത്തിനിടയിലും ഇവർ പുസ്തകങ്ങളെ മറന്നില്ല. വായനാശാലയിലെ സാധാരണ അംഗത്തിൽ നിന്നും കമ്മിറ്റി അംഗമായി മാറി. 2016 മുതൽ ലൈബ്രറിയൻ സ്ഥാനവും ഏറ്റെടുത്തു. ഇന്ന് പുസ്തകങ്ങൾ തേടിയെത്തുന്നവർ കുറവാണെങ്കിലും കോമ്പയാർ സംസ്കാര പോഷണിയുടെ പ്രവർത്തനം വ്യത്യസ്തമാണ്. ഗ്രാമത്തിലെ യുവജനതയെ സർക്കാർ ജോലി ലഭ്യമാക്കാൻ പ്രാപ്തമാക്കുന്ന തരത്തിലാണ് നിലവിലെ പ്രവർത്തനങ്ങൾ. വായനക്കാർ പഴയതുപോലെ ഇല്ല. പുസ്തകം എടുത്ത് വായിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. എന്നാലും മറ്റു വിവിധ പരിപാടികൾ ഇവിടെ നടക്കാറുണ്ട്. വനിതാവേദി, യുവജനവേദി, ബാലവേദി, സീനിയർ സിറ്റിസൺ, ഇങ്ങനത്തെ വിഭാഗങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം റെഫറൻസ് ലൈബ്രറിയായി പ്രവർത്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ജോലി കിട്ടാനുള്ളവരും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടി പുസ്തകങ്ങൾ എടുത്ത് ഇവിടെ ഇരുന്ന് വായിക്കാറുണ്ട്. കോമ്പയാറിന്റെ ഗ്രാമീണ കൂട്ടായ്മയുടെ പ്രതീകം കൂടിയാണ് സംസ്കാര പോഷണി വായനശാല. കുട്ടികളും മുതിർന്നവരുമടക്കം ഒത്തുചേരുന്നിടം. അതിന്റെ അമരക്കാരിലൊരാളായി അക്ഷരങ്ങളുടെ കാവൽക്കാരിയായി രാജമ്മയും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.